തല പോലെ യവണ്ട. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വിടാമുയർച്ചയുടെ ടീസറുമായിട്ടാണ്. അതായത് സ്വന്തം പാഷനെ നോക്കി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി വളരെ സെലക്റ്റീവായിട്ട് പടങ്ങൾ എടുക്കുന്നു, സ്ലോ പ്രോസസ്സിൽ പടങ്ങൾ ചെയ്യുന്നു, തുരുതുരാ പടങ്ങൾ ഇറക്കി പൊട്ടിക്കുന്നില്ല, നല്ല പടങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നു, നല്ല രീതിയിലുള്ള സ്റ്റോറിയുമായിട്ട് കൊണ്ടുവരുന്നു. വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം തല. അപ്പോൾ പൊങ്കലിന് വരാൻ വേണ്ടി ഇരിക്കുന്ന ഒരു തീപ്പൊരി ഐറ്റവുമായിട്ടാണ് നമ്മുടെ തല വന്നിരിക്കുന്നത്. തല പോലെ യവണ്ട, ആരെങ്കിലും ഉണ്ടെങ്കിലും പറയണ്ട. കാരണം അയാളെ ഒരു ലെവലിലോട്ട് എത്താനൊന്നും ആരുമേ ഇല്ലടാ. നിങ്ങൾ എന്നെ ആരെ ഫാൻ വേണമെങ്കിലും ആക്കിക്കോളൂ, എനിക്കൊരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ടീസർ കാണാം. ഈ സീൻ ഇടയ്ക്ക് അവര് മറ്റേ വീഡിയോ വെളിയിൽ വിട്ടാൻ ലൈക്ക ഈ ഫാൻസ് കിടന്ന പ്രൊഫഷണൽ ടീമിനെ മറ്റെന്തോ പ്രഷർ കൊടുത്തപ്പോൾ അവര് തന്നെ ഒരു സംഭവം വെളിയിൽ വിട്ടിട്ടുണ്ടായിരുന്നു. ഒരു വണ്ടി പോകുന്നു. അർജുൻ ഞാൻ പറഞ്ഞില്ലേ, ജാക്ക് ഡാനിയലിന് ശേഷം അണ്ണന്റെ ഈ പോസ്റ്റർ വെച്ചുള്ള ഏത് പടം വന്നാലും അണ്ണനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അർജുൻ അണ്ണൻ. കാരണം സിമ്പിൾ ആയിട്ട് വന്ന് തല കാണിച്ചു പോയ ഒരു വ്യക്തിയാണ്. അതിനെയാണ് തല എന്ന് വിളിക്കുന്നത്. ഈസി പുള്ളിക്ക് വണ്ടികളോടുള്ള ക്രേസ് അത് വേറൊരു ലെവൽ തന്നെയാണ്. അതായത് ഇപ്പോഴത്തെ നടന്മാർ സ്റ്റണ്ട് ചെയ്യണം, വണ്ടിയൊക്കെ പറക്കണം, വണ്ടി മറിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അവരുടനെ ഡ്യൂപ്പിനെ വിളിച്ച് വരുത്തിയിട്ട് പറത്തിക്കുകയും എല്ലാം ചെയ്യുകയാണ്. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ഒരു ചെറിയൊരു ക്ലിപ്പ് വന്നിട്ടുണ്ട് വെളിയിൽ, ഈ സിനിമയിൽ തന്നെ. അവര് പ്രഷർ കൊടുത്തപ്പോൾ ലൈക്ക പ്രൊഡക്ഷൻസ് തന്നെ വെളിയിൽ വിട്ട ചെറിയൊരു ക്ലിപ്പ്. അതായത് തല ഒരു ഹമ്മർ ഓടിച്ചുകൊണ്ട് പോവുകയാണ്. അയാളെ സ്പീഡിൽ ചെന്നിട്ട് വളച്ച് ആ ലാസ്റ്റ് വണ്ടി മറിക്കും. ആ മറിക്കുന്ന ഫുട്ടേജ് വരെ എന്താ പറയാ, ഫുട്ടേജ് വീഡിയോ വരെ അവര് വെളിയിൽ വിട്ടു. അതായത് പുള്ളിക്ക് പാഷനായിട്ടുള്ള സംഭവമാണ് ഈ കാർ ഡ്രൈവിംഗ്, റേസിംഗ്. അതേപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ കിടിലനായിട്ട് പുള്ളി അന്ന് ആ ക്ലിപ്പിൽ നമുക്ക് കാണാൻ പറ്റും എന്തുമാത്രം എഫേർട്ട് എടുത്താണ് ആ സീനൊക്കെ ചെയ്തിരിക്കുന്നത്. ഡൂപ്പൊന്നുമില്ല. അതാണ് തല. ഇവിടെ ആരും വണ്ടിയില്ലേ? അതെ ഈ വണ്ടി. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട് മറ്റേ ഇംഗ്ലീഷ് സിനിമ ബ്രേക്ക് ഡൗൺ, അങ്ങനെ ഒരു ഇംഗ്ലീഷ് പടമുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു റീമേക്ക് പോലെ ഉണ്ട്. വേറൊരു സംഭവമുണ്ട്, അത് എടുത്തു പറയാനുള്ള കാര്യമാണ്. എത്ര നടന്മാർ വന്നിരുന്ന് അവർക്കുള്ള സ്ക്രീൻ പ്രസൻസ് കാണിച്ചാലും അജിത് സാറിനെ പോലെ ഒരു പ്രസൻസ് കൊടുക്കാനോ, അല്ലെങ്കിൽ പുള്ളിയുടെ മറ്റേ വീരൻ സിനിമയിൽ പുള്ളിയുടെ ഒരു ഇൻട്രോ കൊടുക്കും. എൻ്റെ അമ്മ അത് കാണുമ്പോൾ ഗൂസ് ബംസാ. കാരണം പുള്ളിക്ക് തന്നെ ഒരു സെപ്പറേറ്റ് ഒരു സ്ക്രീനുണ്ട്. ആ സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഇരിക്കാൻ തോന്നും. എത്ര കണ്ടാലും മടുക്കൂല ആ മനുഷ്യനെ കണ്ടു തന്നെ. അതാണ് ആ ഒരു മനുഷ്യന്റെ ക്വാളിറ്റി. എന്താ ഈ സീനാണ് ഞാൻ പറഞ്ഞത്. പുള്ളി സ്വന്തമായിട്ട് ചെയ്ത കാര്യം അത്. പൊങ്കൽ 2025 അങ്ങനെ
തലപ്പണം ഏറെ നാളെ കാത്തിരുന്ന തലപ്പണം അടുത്ത വർഷം പൊങ്കലിന് എല്ലാവർക്കും നല്ല സമച്ച് തലപ്പുറ. അനിരുദ്ധാണ് എൻ്റെ മ്യൂസിക്കൊക്കെ അടിപൊളി. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, ഈ ടീസർ ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഡയലോഗ് പോയിട്ട് ഒരു അലർച്ച പോലും ഇതിലില്ല. അതായത് വെറും മ്യൂസിക് വെച്ച് തന്നെ പീക്ക് ലെവലിലോട്ട് എത്തിക്കാൻ പറ്റുമെന്നുള്ള ഒരു മനുഷ്യനാണ് തലാജിത്ത്. ഇന്നലെ റിലീസായതാ. ഇപ്പൊ തന്നെ 4 മില്യൺ കഴിഞ്ഞു, 5 മില്യൺ ആവാൻ പോകുന്നു. ഞാൻ ഇന്നലെ വാങ്ങിപ്പോയി. അപ്പൊ എന്തായാലും തല അജിത്ത് വെരി വെരി വെൽക്കം. വിടാമുയർച്ചി, വി ആർ വെയിറ്റിംഗ്. തല പോലെ യാവണ്ട.